കോൺഗ്രസിലും ഇതാ തമ്മിലടി തുടരുകയാണ്. എം.കെ. രാഘവൻ എം.പിയെ വഴിയിൽ തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. മാടായി കോളേജിലെ സ്റ്റാഫ് നിയമനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് പ്രതിഷേധത്തിലേക്കെത്തിയത്. വിവരങ്ങളുമായി സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് എം.കെ. രാഘവൻ എം.പിക്കെതിരെ കോൺഗ്രസ്സുകാർ തന്നെയാണോ രംഗത്തെത്തിയത്? എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങൾ? അജിംഷാദ്, ഈ എം.കെ. രാഘവൻ എം.പി ചെയർമാനായ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കീഴിലുള്ള മാടായി കോളേജിലെ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇരു വിഭാഗങ്ങൾ തമ്മിൽ വലിയ സംഘർഷം മാടായിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നവിടെ സ്റ്റാഫ് ഇന്റർവ്യൂ നടക്കുന്ന ദിവസമായിരുന്നു. ഈ ഇന്റർവ്യൂ നിരീക്ഷിക്കാനായാണ് എം.കെ. രാഘവൻ എം.പി മാടായിലെത്തിയത്. എന്നാൽ എം.കെ. രാഘവൻ എം.പിയെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ വഴിയിൽ തടഞ്ഞ് വെക്കുകയായിരുന്നു. കോളേജിലേക്ക് കയറാൻ അനുവദിക്കാത്ത വിധമാണ് ഈ കോൺഗ്രസ് പ്രവർത്തകർ എം.കെ. രാഘവൻ എം.പിയെ വഴിയിൽ തടഞ്ഞത്. ഇവിടെ നിയമനത്തിൽ ഈ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഈ പലരെയും നിയമിക്കുന്നത് കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് എന്നത് ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് എം.കെ. രാഘവൻ എം.പിയെ തടയുന്ന സാഹചര്യം ഉണ്ടായത്. അജിംഷാ, തീർച്ചയായും, അതായത് നേരത്തെ തന്നെ എം.കെ. രാഘവനുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ കോഴിക്കോട് കേന്ദ്രീകരിച്ചും അല്ലാതെയും ഒക്കെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും അതൊക്കെ പ്രതിഫലിക്കുന്നത് നാം കണ്ടതാണ്. അപ്പോൾ എം.കെ. രാഘവനെതിരെ അത്തരത്തിൽ ഈ മാടായി കോളേജുമായി ബന്ധപ്പെട്ടല്ലാതെ മറ്റു പ്രശ്നങ്ങൾ കൂടി ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായി എം.കെ. രാഘവനെതിരെ ഉണ്ട്. ഇങ്ങനെ ഒരു പശ്ചാത്തലം കൂടി ഇതിന് തീ പകർന്നിരിക്കാം ഒരുപക്ഷെ. സന്തോഷം, തീർച്ചയായും കണ്ണൂരിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെയാണ് എം.കെ. രാഘവൻ, പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ തന്നെയാണ് എം.കെ. രാഘവൻ എം.പിയെ തടഞ്ഞത്. മാടായി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ.പി. ശശി, ഡി.സി.സി എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശിധരൻ, കുഞ്ഞിമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി കെ.വി. സതീഷ് കുമാർ തുടങ്ങിയവരെല്ലാം തന്നെ എം.കെ. രാഘവൻ എം.പിയെ തടഞ്ഞ സംഘത്തിലുണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ എം.കെ. രാഘവൻ എം.പിയെ തടഞ്ഞത്. വലിയ വിഭാഗീയത, ഇതുമായി ബന്ധപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ ഒരു സംഘർഷം കൂടി അവിടെ ഉണ്ടായത്. തീർച്ചയായും സന്തോഷം, ഈ കോൺഗ്രസ്സുകാർ തടഞ്ഞു കോൺഗ്രസ് എം.പിയെ. ഒടുവിൽ പോലീസുകാരെത്തിയാണ് ഈ കോൺഗ്രസ്സുകാരിൽ നിന്നും കോൺഗ്രസ് എം.പിയെ രക്ഷിക്കുന്ന നടപടി ഉണ്ടായത്. കാരണം ദൃശ്യങ്ങൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായും പോലീസിന് എത്തേണ്ടി വന്നു. ഈ നേരത്തെ തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അവിടെ വാക്കേറ്റവും കയ്യാങ്കളിയും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായാണ് എം.കെ. രാഘവൻ എം.പി എത്തിയപ്പോൾ എം.പിയെ തന്നെ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ തടയുന്ന സാഹചര്യം ഉണ്ടായത്. ഈ എം.പിയെ തടഞ്ഞതിനെ തുടർന്ന് പോലീസ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയാണ് ഈ രംഗം ശാന്തമാക്കിയത്. ഏതായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. അജിംഷ, ശരി, സന്തോഷ് എം ആണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്.